BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കും. വഖഫ് അധിനിവേശത്തെ തുടർന്ന് റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായാണ് സന്ദർശനം. അതേസമയം മുനമ്പം വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം നേരിട്ടതോടെ വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മുനമ്പം സമരത്തിന് ആദ്യം പിന്തുണ നൽകിയത് തങ്ങളാണെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരണ, BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. വഖഫ് അധിനിവേശത്തെ തുടർന്നുള്ള റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങൾ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടുക എന്നതാണ് BJP ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നിഖിൽ, ഈ മുനമ്പം സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നേരത്തെ BJPയുടെ പല നേതാക്കളും മുനമ്പം സന്ദർശിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ പദയാത്ര നടത്തുന്നു, സുരേഷ് ഗോപി എത്തുന്നു, ശോഭാ കരന്തലേജെ അടക്കമുള്ള നേതാക്കൾ എത്തുന്നു. ഇങ്ങനെ നിരവധി നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും ഒപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായി തന്നെയാണ് BJPയുടെ ദേശീയ നേതാവും കേരളത്തിൻ്റെ പ്രഭാരിയുമായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ജനങ്ങളുടെ വിഷയം, അതായത് മുനമ്പത്തെ ഈ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതുവരെ BJP ഒപ്പമുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രകാശ് ജാവ്ദേക്കർ മുനമ്പത്തേക്ക് എത്തുന്നത്. ഏതായാലും ഈ മുനമ്പം വിഷയത്തിന് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ BJP ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് കൂടി BJP വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും BJP ഈ മുനമ്പം വിഷയം അത് ദേശീയ തലത്തിലേക്കടക്കം ഉയർത്തി കാണിച്ചുകൊണ്ട് BJPയുടെ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വലിയൊരു വിമർശനം അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മുസ്ലിം മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ മുനമ്പം വിഷയത്തിലേക്ക് കോൺഗ്രസ് കടക്കാത്തത് എന്നുള്ളൊരു ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയരുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിശദീകരണ യോഗങ്ങളുമായിട്ട് കോൺഗ്രസ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ മുനമ്പം ഐക്യദാർഢ്യ സദസ്സ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് തങ്ങളാണ് ആദ്യമായി ഈ മുനമ്പം വിഷയം ഏറ്റെടുത്തത്, മുനമ്പത്തെ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടത് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും VD സതീശൻ അവകാശവാദം ഉന്നയിക്കുന്നത്. നിഖിൽ. ശരി കിരൺ, BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കും. വഖഫ് അധിനിവേശത്തെ തുടർന്ന് റവന്യൂ അവകാശം നഷ്ടപ്പെട്ട മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ദേശീയ തലത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായാണ് സന്ദർശനം.